ഹായ് നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളോട് ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും വാക്കുണ്ടായിരുന്നാലും പ്രവൃത്തി ഉണ്ടായിരുന്നാലും നമ്മളെ ഉപദ്രവിച്ചവരടുത്ത് നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ പറയുമ്പോൾ നമുക്കതങ്ങ് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമുക്ക് ഇത്രയും ഉപദ്രവങ്ങളും കാര്യങ്ങളും ചെയ്ത ആൾക്കാരടുത്ത് നമ്മൾ എങ്ങനെ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റും? അത് ഇതുപോലെ വന്നിരുന്ന് വാചകം അടിച്ചിട്ടൊക്കെ പറയാനൊക്കെ എല്ലാം എളുപ്പമായിരിക്കും. അങ്ങനെ ക്ഷമിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് ഈ ജന്മം ക്ഷമിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു മനോഭാവമായിരിക്കും ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറയണ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരിലേക്കും ഓടി വരുന്നത്. പക്ഷേ ക്ഷമിച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് വേണ്ടിയല്ല, നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കണമെങ്കിൽ അവർ ചെയ്ത ഉപദ്രവം നമ്മൾ ക്ഷമിച്ചു കൊടുത്താലേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ ഭാരവും കൊണ്ട് നമ്മുടെ ജീവിതകാലം മുഴുവനും ഒരു വേസ്റ്റ് കൊണ്ട് നടക്കണ ആ പാണ്ടക്കെട്ടും കൊണ്ട് നമ്മളിങ്ങനെ ജീവിച്ച് നീറി ഒരു പരുവായി നമ്മൾ മരിച്ചു പോകേണ്ട ഒരവസ്ഥ വരും. പകരം അവർ അത്ര നല്ല വ്യക്തിയൊന്നും ആയിരിക്കില്ല. നമ്മളെ ശരിക്കും ഉപദ്രവിച്ച വ്യക്തിയായിരിക്കും. വാക്കുണ്ടായിരുന്നാലും പ്രവൃത്തി ഉണ്ടായിരുന്നാലും കളിയാക്കലിലൂടെ ആയിരുന്നാലും എങ്ങനെ ആയിരുന്നാലും നല്ല രീതിയിൽ അവർ നമ്മളെ ഉപദ്രവിച്ച വ്യക്തിയായിരിക്കും. അവർക്ക് വേണ്ടിയല്ല നമ്മൾ ക്ഷമിച്ചു കൊടുക്കേണ്ടത്, നമുക്ക് വേണ്ടിയാണ് നമ്മൾ ക്ഷമിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ നമ്മളെ മനസ്സിൽ ഭാരമൊന്നുമില്ല, ആരുടെയും വിദ്വേഷവും വെറുപ്പും ഒന്നും ഇല്ലാതെ നമ്മുടെ മനസ്സ് നല്ല പ്യുവറായിട്ട് ഇരിക്കാനും നമുക്കെപ്പോഴും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ നമ്മൾ എത്ര വലിയ കഠിനമായിട്ട് വേദനിപ്പിച്ച ആളായിരുന്നാലും നമ്മളൊന്ന് ക്ഷമിച്ചു കൊടുക്കുക. ക്ഷമിച്ചു കൊടുക്കുക അത്ര എളുപ്പമല്ലാത്ത കാര്യമാണ്. അതിനെന്തിനാ ഒരു പേപ്പർ എടുത്ത് അവരോടുള്ള ദേഷ്യമൊക്കെ അങ്ങ് എഴുതി അതങ്ങ് കുറേ പ്രാവശ്യം എഴുതി കളഞ്ഞിട്ട് ആ പേപ്പർ ഒന്ന് കത്തിച്ച് കളയുക. ആ കത്തിച്ച് കളയുന്നതോടുകൂടി നമുക്ക് അവരോടുള്ള ദേഷ്യമൊക്കെ അങ്ങ് അലിഞ്ഞു പോകണം. പിന്നും അത് എടുത്ത് വീണ്ടും ആലോചിച്ചെടുത്ത് നമ്മൾ വീണ്ടും വിഷമിക്കാൻ ഇടവരുത്തരുത്. നമ്മുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സല്ലേ ഇത് വീണ്ടും വരും. എന്നോ അവരങ്ങനെ ചെയ്തില്ലേ, ഇവരിങ്ങനെ ചെയ്തില്ലേ, അവർ ആ വാക്ക് പറഞ്ഞില്ലേ, അവർ ഈ വാക്ക് പറഞ്ഞില്ലേ എന്നൊക്കെ ഉള്ള തോട്ടലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ അതൊക്കെ നമ്മൾ പതുക്കെ ക്യാൻസൽ ഇതൊന്നും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ അടുപ്പിക്കുകയില്ല. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി കളഞ്ഞ് കത്തിച്ച് കഴിഞ്ഞാൽ വീണ്ടും റിവേഴ്സായിട്ട് വരാൻ നേരം നമ്മൾ അതിനെ മാറ്റണം. അതില്ല, എൻ്റെ മനസ്സിലേക്ക് അത് അടുപ്പിക്കില്ല എന്നുള്ള നമ്മളോട് തന്നെ പറഞ്ഞ് ആ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യണം. എങ്കിലൊക്കെ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മനസ്സിൽ നല്ല ഹാപ്പി ആയിട്ടൊക്കെ വയ്ക്കുക. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇത്രയും എല്ലാവരോടുള്ള അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിച്ചവരോടുള്ള ദേഷ്യവും വിദ്വേഷവും ഒക്കെ നമ്മളിങ്ങനെ കൊണ്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിലേക്ക് ഇങ്ങനെ നമ്മൾ ഉപദ്രവിച്ചതൊക്കെ തന്നെ നമ്മൾ വീണ്ടും ആലോചിച്ചെടുക്കുകയും അതിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുകയും ചെയ്യും. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോഴെന്ത് ചെയ്യണം, നമ്മളിങ്ങനെ വീണ്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും ആരോടുള്ള ദേഷ്യം വിദ്വേഷമൊക്കെ വെച്ചുകൊണ്ടിരുന്ന കൂടുതൽ അതുപോലുള്ള സംഭവങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യും. അതുപോലുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും സംഭവിക്കുക. അവരൊരു ചെറിയ വാക്ക് പറഞ്ഞാൽ തന്നെ നമുക്ക് വീണ്ടും പ്രതികരിക്കാൻ തോന്നും, നമുക്ക് വീണ്ടും വിഷമിക്കാൻ തോന്നും. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ ചെന്ന് വീണ് കൊടുക്കും. അതിന് പകരം നമ്മൾ ഉപദ്രവിച്ചതും അല്ലെങ്കിൽ വേദനിപ്പിച്ചവരെയൊക്കെ നമുക്ക് തന്നെ അറിയാൻ കഴിയുമല്ല. അപ്പോൾ അവരോടൊക്കെ നമ്മൾ ക്ഷമിച്ചിട്ട് ആവശ്യത്തിന് മാത്രം നമ്മൾ അവരുമായിട്ടുള്ള അടുപ്പം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. പിന്നെ അവരോട് സംസാരിച്ചാൽ അല്ലെങ്കിൽ അവരോട് പ്രവർത്തിച്ചാൽ നമുക്ക് ഇന്ന രീതിയിലായിരിക്കും തിരിച്ചടി കിട്ടുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാകും. അപ്പോൾ ആ ഒരു അകലം നമ്മൾ അവരുമായിട്ട് വയ്ക്കുക. നമ്മൾ ക്ഷമിച്ചു കൊടുത്തിട്ട് നമ്മൾ അവരുമായിട്ട് കൂടുതലായിട്ട് അടുപ്പം വയ്ക്കാതെ പിണക്കമൊന്നും പാടില്ല. പിണങ്ങാൻ വേണ്ടിയിട്ടല്ല, അവരുമായിട്ട് നമ്മളെ ഉപദ്രവിച്ചവരും നമ്മൾ വാക്കുകൊണ്ടായിരുന്നാലും പ്രവൃത്തി ഉണ്ടായിരുന്നാലും നമ്മളെ ഉപദ്രവിച്ചവരെയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അവരുമായിട്ട് ഒരു അകലം പാലിക്കുക. നമ്മളെ വാക്കുകൾ കൊണ്ടൊക്കെ മുറിവേൽപ്പിക്കുന്നവർ ഒരുപാട് കാണും. അവരുമായിട്ടൊക്കെ കുറച്ച് അകലം പാലിച്ചിട്ട് നമ്മൾ ബന്ധങ്ങളൊന്നും മുറിച്ച് കളയാൻ പറ്റത്തില്ല. അവരുമായിട്ട് കുറച്ച് അകന്ന് നിൽക്കുക. എന്നിട്ട് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തി
മാറ്റി അതിലേക്ക് മുഴുകി അങ്ങനെ നമ്മൾ വേണ്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. അപ്പം നമ്മളിൽ നമുക്ക് എന്താണോ ആവശ്യം അതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുകയും നമ്മളിപ്പം ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് അത് ഡെവലപ്പ് ആക്കാനുള്ള അടുത്ത വഴികളൊക്കെ നമ്മൾ കണ്ടെത്തി നമ്മൾ ശ്രദ്ധ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ പഴയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ മാഞ്ഞു പോകും. നമ്മൾ പുതിയ കാര്യങ്ങളിലേക്ക് ചിന്തിക്കുക, അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ ആ കാര്യങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തുകയും ചെയ്യുന്നു. അതിനുവേണ്ട സാഹചര്യങ്ങളായിരുന്നാലും വ്യക്തികളായിരുന്നാലും മറ്റു കാര്യങ്ങളായിരുന്നാലും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കും. നമുക്ക് നമ്മളിപ്പോൾ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അത് എങ്ങനെ കിട്ടും എന്നൊക്കെ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആരുമില്ല, നമുക്കത് നേടാനുള്ള വഴികളില്ല എന്നൊന്നും ചിന്തിച്ചിരിക്കാതെ നമുക്കത് നേടാൻ നമ്മുടെ ദൈവം, നമ്മുടെ പ്രപഞ്ചശക്തി നമ്മുടെ കൂടെയുണ്ട്, അതൊക്കെ എനിക്ക് കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തോടെ അതിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അത് നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങളായിരുന്നാലും വ്യക്തികളും ഒക്കെ നമ്മളെ കൺമുമ്പിൽ വരികയും അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യും. അല്ലാതെ നമ്മൾ ദുഃഖവും പരിവട്ടമായിട്ട് നമ്മുടെ ജീവിതം വെറുതെ കരഞ്ഞും പിടിച്ചും തീർത്ത് കളയാതെ നമ്മുടെ സന്തോഷത്തോടെ നമ്മളെ ഉള്ള ജീവിതം നല്ല രീതിയിൽ ജീവിക്കാം. ഇടയ്ക്കൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും നമുക്ക് തിരികെ വരാനും നമ്മുടെ പഴയ പോലെ തന്നെ നമ്മൾ സന്തോഷത്തോടെയൊക്കെ ഇരിക്കാനൊക്കെ നമുക്ക് കഴിയും. നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് തരുന്ന പാഠങ്ങളാണ് ഇതൊക്കെ. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.